ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.5ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് യു ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഫൈൻഡ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന സെറ്റുകളുടെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെൻ്റ് എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു. എന്താണ്? യു മൈനസ് എ ആണ് എ കോംപ്ലിമെൻറ്റ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എയിലുള്ള എലമെൻറ്റുകളെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? യു മൈനസ് എ. യു എന്ന് പറയുന്നത് എന്താണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഇതാണ് യു. ഇതിൽ നിന്ന് എ സബ്ട്രാക്റ്റ് ചെയ്യണം. അതായത് സെറ്റ് എ ബി സിയെ നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ യുവിൽ നിന്ന് എ ബി സി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എയിലുള്ള എലമെൻസുകളെ നമ്മൾ മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്താണോ അതെടുത്തെഴുതും. അപ്പോൾ ഡി ഇ എഫ് ജി എച്ച് ഇതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തത് ബി. ബിയുടെ കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്ത് വരും? ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. യു എന്താണെന്ന് എഴുതുക, ബി എന്താണ് എന്ന് എഴുതുക. അപ്പോൾ യു എന്ന് പറയുന്നത് എ ബി സി ഡി എഫ് ജി എച്ച് ആണ്. അതിൽ നിന്ന് ബി. ബി എന്താണ്? ഡി ഇ എഫ് ജി. ഈ നാലെണ്ണം. ഈ ഡി ഇ എഫ് ജി എന്ത് ചെയ്യുന്നു? നമ്മൾ ഡി ഇ എഫ് ജി നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി സി എച്ച്. സെറ്റ് എ ബി സി എച്ച് ഇതാണ് ബി കോംപ്ലിമെൻറ്റ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ സി കോംപ്ലിമെൻറ്റ്. സി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സി സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ആണ്. അതിൽ നിന്ന് എ സി ഇ ജി മാറ്റുന്നു. എ സി ഇ ജി അതായത് എ സി ഇ ജി ഇത് നാലും മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണ് വരും? ബി വരും, ഡി വരും, എഫ് വരും, എച്ച് വരും. ബി ഡി എഫ് എച്ച്. അടുത്തത് ഫോർത്ത് വൺ ഡി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് യു മൈനസ് ഡി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഡിയിലുള്ള എലമെൻറ്റുകളെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഡിയിലുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? എഫ് ജി എച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ എന്തൊക്കെ വരും? സെറ്റ് എ വരും, ബി വരും, സി വരും. സോറി, എഫ് ജി എച്ച് എ ഉണ്ടല്ലേ. അപ്പോൾ എ വരത്തില്ല കേട്ടോ. എ വരത്തില്ല. എ ഡിയിലുള്ളതാണ്. അപ്പോൾ ബി വരും, സി വരും, ഡി വരും, പിന്നെന്താ? ഇ വരും. എഫും ജിയും എച്ചും ഡിയിലുള്ളതാണ്. ഇത് നാലെണ്ണം യുവിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതുന്നു. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആസ് ദ യൂണിവേഴ്സൽ സെറ്റ് റൈറ്റ് ഡൗൺ ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1 2 3 4 ഇങ്ങനെ പോകുന്ന എല്ലാ നമ്പേഴ്സും നമ്മൾ യൂണിവേഴ്സൽ സെറ്റിലെടുക്കുന്നു. ഈ തന്നിട്ടുള്ള സെറ്റുകളുടെ കോംപ്ലിമെൻറ്റ് സെറ്റ് എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ എഴുതണം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് നിന്ന് ഈവൻ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഈവൻ നാച്ചുറൽ നമ്പർ മാറ്റിയിട്ട് ബാക്കിയുള്ളത് വരും. ഫോർ എക്സാമ്പിൾ യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ഇങ്ങനെ പോവാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ. ഇതിൽ നിന്ന് എന്ത് മാറ്റണം? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അതായത് 2 4 6 8 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? 1 3 5 7 9 ഇങ്ങനെ വരും. അതെന്താണ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് എന്തെഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഇനി അടുത്തത് രണ്ടാമത്തത് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും വരിക?
ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അടുത്തത് തേർഡ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്ത ബാക്കിയുള്ള പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കോംപ്ലിമെൻറ്റിനകത്ത് വരും. അപ്പോൾ എന്തെഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെ വരും? എക്സ് ബിലോങ്സ് ടു എൻ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? 1ഉം നമ്പർ ഇറ്റ്സെൽഫും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മളോട് എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈം നമ്പർ ഒഴികെ ബാക്കിയുള്ളതെല്ലാം എവിടെ വരും? നമ്മുടെ കോംപ്ലിമെൻറ്റിനകത്ത് വരും. പക്ഷേ 1 പ്രൈമുമല്ല കോമ്പസിറ്റുമല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈം നമ്പർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോമ്പസിറ്റ് നമ്പേഴ്സ് എല്ലാം വരും. പിന്നെന്തും വരും? 1ഉം വരും. 1 പ്രൈമും അല്ല കോമ്പസിറ്റും അല്ല. അതുകൊണ്ട് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതും കൂടെ ഇവിടെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കോമ്പസിറ്റ് നമ്പർ എന്ന് മാത്രം എഴുതിയാൽ അതിൽ 1 ഉൾപ്പെടത്തില്ല. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അതിനകത്ത് 1ഉം വരുന്നുണ്ട്. കോമ്പസിറ്റ് നമ്പറിനകത്ത് 1 ഇല്ല. 1 പ്രൈമും അല്ല കോമ്പസിറ്റും അല്ല. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നും കൂടെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ, the set of all x such that x is a natural number divisible by 3 and 5. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? the set of all x such that എന്ത് പറയാം? x is not divisible by 3 or not divisible by 5. അപ്പോൾ ഇവിടെ നമ്മളോട് 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതുമ്പോൾ എന്തെഴുതണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറുകളോ വരുന്നതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എന്നോട് എഴുതിക്കുക കേട്ടോ. നാച്ചുറൽ നമ്പറാണ് നമുക്ക് കിട്ടുക. സോ എക്സ് ബിലോങ്സ് ടു എൻ എന്നൂടെ എഴുതിക്കണേ. അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്റ് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സുകളാണ് കോംപ്ലിമെൻറ്റിൽ വരിക. അടുത്തത് 7th ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ എന്തെഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, അതായത് എക്സ് നാച്ചുറൽ നമ്പറാണ്, ആൻഡ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. അടുത്ത 8th ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഇവിടെ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്തായിരിക്കും? 8 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3. ഇതാണ് ഇവിടെ നമുക്ക് എക്സ് എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 3 അല്ലാതെ ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലുള്ള മൊത്തം എലമെൻസുകളും എന്തായിരിക്കും? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇവിടെ എക്സ് നമുക്ക് 3 ആണ്. അപ്പോൾ 3 ഒഴികെ ബാക്കിയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 3. ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു
9. അപ്പോൾ 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 9 എന്ന് വെച്ചാൽ എക്സ് എന്തായിരിക്കും? 2x ഈസ് ഈക്വൽ ടു 9 മൈനസ് 5 ദാറ്റ് ഈസ് 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4/2 ദാറ്റ് ഈസ് 2. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്റ് എന്തെഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2. എക്സ് 2 ആണെങ്കിൽ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 2 അല്ലാത്ത ബാക്കി എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കോംപ്ലിമെൻറ്റിനകത്ത് വരും. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അതായത് 7 ഈക്വലോ 7നെക്കാട്ടിൽ കൂടുതലോ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എക്സ് ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? അതായത് 7 ഈക്വലും അതിന് മുകളിലോട്ടുമുള്ള ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് എന്തായിരിക്കും? 7നെക്കാട്ടിൽ ചെറുതായിട്ടുള്ളത്, അതായത് 1 2 3 4 5 6 വരെയുള്ളത് വരും. അപ്പോൾ എക്സ് ലെസ് ദാൻ 7 എന്തൊക്കെയായിരിക്കും? 1 2 3 4 5 6 ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ കോംപ്ലിമെൻറ്റിൽ വരിക. ഇനി അടുത്തത് 11th ക്വസ്റ്റ്യൻ. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് 2x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ 2x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2x ഗ്രേറ്റർ ദാൻ 9 വരും, എക്സ് ഗ്രേറ്റർ ദാൻ 9/2 എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ 9/2 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 9/2വിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളത് വരും അല്ലേ? 9/2 എന്ന് വെച്ചാൽ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 4.5 എന്തൊക്കെ വരും? 5 6 7 8 അങ്ങനെ വരും അല്ലേ? ഇതിനകത്തപ്പോൾ 4.5വിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ദാ ഇങ്ങനെ പോവും, 5 6 7 8 ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തെഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 9/2 ആയിരുന്നു. ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2. ഗ്രേറ്റർ ദാൻ 9/2 എന്ന് പറയുമ്പോൾ 4.5വിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ വരും. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിൽ 4.5വിനെക്കാട്ടിൽ ചെറുതായിട്ടുള്ള നമ്പേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? 1 2 3 4 വരെ, 5 തൊട്ട് ഇതിനകത്ത് സെറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കോംപ്ലിമെൻ്റ് എന്താണ് എന്ന് നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.